വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പൃഥ്വിരാജ് പ്രകടിപ്പിച്ച വികാരം നമ്മുടെ സമൂഹത്തിന്റെ വികാരമാണ്. കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായും ഉണ്ടാകുന്ന വികാരം. അത് ശരിയായ രീതിയിൽ പൃഥ്വിരാജ് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നത്, അതിനോട് മാത്രമല്ല എല്ലാറ്റിനോടും, ഇങ്ങനെയുള്ള എല്ലാറ്റിനോടും അസഹിഷ്ണുത കാണിക്കുന്ന നിലപാടാണല്ലോ സംഘപരിവാർ സാധാരണ സ്വീകരിച്ചു വരാറുള്ളത്. അതിപ്പോൾ പൃഥ്വിരാജിൻ്റെ നേരെയും കാണിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ. അതിനോട് നമ്മുടെ സമൂഹത്തിന് യോജിപ്പില്ല. ആ കാര്യത്തിൽ പൂർണ്ണമായും അത്തരം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന, അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന സംഘപരിവാറിനോട് വിയോജിച്ച് തന്നെയാണ് നമ്മുടെ നാട് നിൽക്കുക. ഇത്തരം കാര്യങ്ങളിൽ പൃഥ്വിരാജിനെ പോലെ എല്ലാവരും മുന്നോട്ട് വരാൻ സന്നദ്ധമാവുകയുമാണ് വേണ്ടത്. ഇതിനേക്കാൾ ഇനി എന്താണ് വേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, പൃഥ്വിരാജ് ഭയപ്പെടേണ്ടതില്ല. അദ്ദേഹത്തിന് ഭയവുമില്ല, അത് വേറെ വിഷയം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്, സംഘപരിവാർ ഈ രീതിയിലുള്ള ആഭാസം കാണിക്കുമ്പോൾ അതിനെതിരെ ഞങ്ങളുണ്ടാകും കൂടെ. പൃഥ്വിരാജ് ഒരു കാരണവശാലും ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട. കൂടെയുണ്ട് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. പച്ചക്ക് ഇന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്, പൃഥ്വിരാജിനെ പോലെ ആരൊക്കെ ഈ വിഷയത്തിൽ രംഗത്ത് വരുന്നുവോ അവർക്കൊക്കെ തങ്ങളുടെ പിന്തുണയുണ്ടാകും, സംരക്ഷണം ഉണ്ടാകും എന്ന്. സംഘികൾക്ക് ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇനി എന്തുണ്ട്? മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് പറയുകയാണ്, ലക്ഷദ്വീപ് വിഷയത്തിൽ പ്രതികരിക്കുന്നവരെ സംഘപരിവാർ വേട്ടയാടിക്കഴിഞ്ഞാൽ ആ വേട്ടയ്ക്ക് ഇരകളാക്കപ്പെടുന്ന ആളുകളുടെ കൂടെ ഈ സർക്കാർ ഉണ്ടാകും എന്ന്. അതെ, മലയാളികളാണ്, കേരളീയരാണ്, സംഘികളോട് വിയോജിപ്പുള്ളവരാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നെഞ്ചും വിരിച്ചുകൊണ്ട് തന്റെ ഇടത്തോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൃഥ്വിരാജിന്റെ കൂടെ നിൽക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ സുരക്ഷിതത്വം ഇനി എന്താണുള്ളത്? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ ആകെപ്പെട്ടിരിക്കുകയാണ്. അതായത് പൃഥ്വിരാജിനെതിരെ ജനം TV വളരെ മോശമായ രീതിയിലുള്ള പരാമർശവുമായി രംഗത്ത് വന്നപ്പോൾ അവർക്കിടയിൽ നിന്നുള്ള ആളുകൾ തന്നെ അവർക്കെതിരെ തിരിയുന്ന ഒരവസ്ഥയുണ്ടായി. സുരേഷ് ഗോപി അതിനൊരു ഉദാഹരണമാണ്. ഇപ്പുറമാണെങ്കിലോ ശക്തമായ പിന്തുണ തന്നെ പൃഥ്വിരാജിന് നൽകുന്നുമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വിഷയമാണ്. പബ്ലിക് കേരള നിരവധി വാർത്തകളാണ് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൃഥ്വിരാജിനെ വേട്ടയാടാൻ അങ്ങനെ ഒരാൾക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. കാരണം അദ്ദേഹം നിന്നത് സത്യത്തോടൊപ്പമാണ്. ആ സത്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ സംരക്ഷിക്കപ്പെടണം. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്കെതിരെ സൈബർ ആക്രമണം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക ഞങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് വിഷയത്തിൽ നിരവധി വാർത്തകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും പൃഥ്വിരാജിന്റെ ആ ധീരമായ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതോടുകൂടി ഇനി സംഘികൾ പൃഥ്വിരാജിന്റെ പാളയത്തിൽ പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ വിഷയം മാറുക തന്നെ ചെയ്യും. അതായത് പൃഥ്വിരാജിന് സർക്കാരിന്റെ പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മറ്റുള്ളവരും രംഗത്ത് വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ കേരളത്തിൽ സംഘികളുടെ അവസ്ഥ ദയനീയം തന്നെയാണ്. എന്തായാലും ഉത്തരേന്ത്യയിലേക്ക് ടൂർ പോകാനുള്ള പ്ലാനിലാണ് കോവിഡ് കഴിഞ്ഞാൽ സംഘികൾ എന്നുള്ളതാണ് ട്രോളന്മാർ പറയുന്ന ഒരു തമാശ. എന്തായാലും പൃഥ്വിരാജിന് മുഖ്യമന്ത്രി നൽകിയ പിന്തുണയുടെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.